ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി ടൈൽസ്. ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ എന്നാൽ ഒട്ടും ടേസ്റ്റ് കുറയാത്ത ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെരി പെരി അൽഫാം ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു പച്ചമുളക്, ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമല്ലി, ചെറിയ ജീരകം, ഇനി ഒരു ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചിക്കനിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഈ മസാല അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സോറി ഗൈസ്, ഒരു കാര്യം ഞാൻ അതിൽ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. കസൂരി മേത്തിയാണ്, അതും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത് അരപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒട്ടും വെള്ളമില്ല അതിനൊരു 2 വിസിലടിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെരി പെരി മസാലയ്ക്ക് വേണ്ടി ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും, പിന്നെ സ്പൈസിക്ക് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മളെ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ പെരി പെരി മസാല നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല ചിക്കനായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചാർക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചാർക്കോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബൗൾ വെച്ചിട്ടോ അതിൽ ഇട്ടിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ പെരി പെരി അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.